പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേൻ. അന്ന് ബ്രദർ ആൻ്റണിയുടെ ധ്യാനത്തിന് ഞങ്ങൾ ശരിക്കും വരേണ്ടതായിരുന്നില്ല. അന്ന് അജോ ബ്രദർ പറഞ്ഞതനുസരിച്ച് എന്തായാലും ഒന്ന് പോകാം എന്നൊക്കെ എന്തെങ്കിലെയോ ഉള്ളൊരു പ്രേരണയിൽ ഞങ്ങളവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ചുമ്മാ ഒരു സാധാരണ ക്ലാസ് എന്നൊക്കെയുള്ള രീതിയിൽ ആണ് ഞങ്ങളവിടെ വന്നത്. പക്ഷേ വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു കിട്ടിയത്. തേടി നടന്ന പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം എന്നതുപോലെ തന്നെയായിരുന്നു ആ ക്ലാസ്സുകൾ മൊത്തം. അതിനേക്കാളുപരിയായിട്ട് ഞാനവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു വയറ്റിലെ അസുഖത്തിൻ്റെ മേഖല അജോയ്ക്ക് അറിയാതെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ അടുത്തത് ഭയങ്കര പ്രശ്നമാകും, എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുകയും ഒരു സർജറിയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അജോയ്ക്ക് അറിയാം, കുറേ നാളായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഇരിക്കും എല്ലാ ദിവസവും. എനിക്കിപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വയറിൽ ഗ്യാസ് ഇങ്ങനെ കയറും, അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം. കുറേ നേരം പിന്നെ ഇങ്ങനെ കഴിഞ്ഞാലൊക്കെയാണൊന്ന് സെറ്റിലാവുക. പിന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെ പേടിയാകുന്ന ഒരവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും ആസിഡ് റിഫ്ലക്സ്, ഇപ്പോൾ കിടന്നുറങ്ങാൻ പറ്റത്തില്ല എനിക്ക്. രാത്രിയിലൊക്കെ എപ്പോഴും പകലും, അടുത്ത കാലത്തായിട്ട് പകലും ഒക്കെ ഇങ്ങനെ ആസിഡ് കയറും. ഇപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് ഒന്നും കുറയും. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വരും. വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. വെള്ളം കുടിക്കുമ്പോഴാണ് വലിയ പ്രശ്നം. വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെ കൂടുതൽ ബ്ലോട്ടിങ് പോലെയൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനൊരവസ്ഥയിലാണ് ഞാൻ അവിടെ വന്നിരുന്നത്. കുറേ മരുന്ന് കഴിഞ്ഞൊരു 6 മാസമായിട്ട് കൂടുതലായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് നിന്നതേ ഉള്ളൂ. ചെറിയൊരു ആശ്വാസമൊക്കെ വന്നു. എന്നാലും അതിൻ്റെ ഒരു എന്ത് ചെയ്യണോ അടുത്തതെന്നുള്ളൊരു ഉത്തരവില്ലാണ്ട് നിൽക്കുന്ന അവസ്ഥ. വലിയ പ്രശ്നമാണോയെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമായിട്ട് ഡോക്ടേഴ്സും പറയുന്നില്ല, എന്നാൽ പ്രശ്നമാണ് തന്നെ. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങളവിടെ വന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങളത് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ ബ്രദറിനെ ഒന്ന് കാണണം വേണ്ടോ നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യത്തെ ദിവസം കുറച്ചൊന്ന് സംസാരിച്ചു, 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് പോയി. പിന്നെ രണ്ടാമത്തെ ദിവസം തിരിച്ചിറങ്ങി വീണ്ടും ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കയറി വന്നു. ഞങ്ങൾ പിടിച്ച് വണ്ടിയിൽ കയറിയതായിരുന്നു, എന്നിട്ട് തിരിച്ച് കയറി വന്നു. എന്നിട്ട് വന്നപ്പോൾ ഇങ്ങനെ ബ്രദറെ ഒരു കാര്യം അറിയാറുണ്ട്. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെയാണ് ജ്യോതിഷനോട് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഇത് അതൊക്കെ ചോദിക്കുന്ന പോലെ ആയി പോവുമോ എന്നൊക്കെയുള്ളൊരു ഇതിൻ്റെ പുറത്തൊക്കെയാണ് ഒരു ജാള്യതയോടുകൂടിയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, പിന്നെ വയറ്റിൽ കുറച്ച് കാലമായിട്ടൊരു പ്രശ്നമുണ്ട്, അത് വല്ല കുഴപ്പമുണ്ടോ? അതിന് അന്നേരം തന്നെ ബ്രദർ പറഞ്ഞു, ഇല്ല പേടിക്കേണ്ട കേസോട്ടൊന്നും ഇല്ലെന്നാണ് ഭർത്താവ് പറയുന്നത് എന്ന് പറഞ്ഞു. അത് പിന്നെ സാധാരണ എല്ലാവരും പറയുന്നതായതുകൊണ്ട് ഞാനും പിന്നെ കൂടുതൽ ഓക്കെ, അപ്പോൾ വലിയൊരു പ്രശ്നം വരില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കും ഉണ്ട്. പക്ഷേ അന്നേരം തന്നെ ബ്രദർ എന്തോ എനിക്കറിയില്ല, ഞാൻ പ്രതീക്ഷിക്കാണ്ട് ബ്രദർ എൻ്റെ തലയിൽ കൈ വെക്കുകയും ഇങ്ങനെ വയറ്റിലേക്ക് ഒരു ഊതുകയും ചെയ്തു. അത് സത്യത്തിൽ അത് അന്നേരമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനുശേഷം എൻ്റെ വയറ് ഞാനൊരു കോളേജിലൊക്കെ പഠിക്കുന്നതായിരുന്നു, അത് യങ് കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേ അവസ്ഥയിലേക്ക് കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ഇപ്പം ആ പ്രശ്നം കംപ്ലീറ്റ്ലി കർത്താവ് എടുത്തു മാറ്റി. അത് ഒരുപക്ഷെ ഒരു പൈശാചിക ബന്ധനമോ പീഡനമൊക്കെ ആകാം. ഇതിൽ നിന്നും വലിയൊരു വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ചെറിയ ക്ലാസ്സുകളൊക്കെ കേട്ടുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടാൻ ഇത് സഹായിച്ചു. ഇന്ന് അബ്സല്യൂട്ട്ലി ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. വയറ്റിൽ അത് സംഭവം എങ്ങനെ പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവമാത്രത്തിന് നന്ദി. ദൈവത്തെ വലിയ ഉപകാരത്തിന് ഒരിക്കലും മറക്കില്ല. ദൈവത്തോട് പ്രത്യേകമായ നന്ദി. വിശുദ്ധ അന്തോനീസിൻ്റെ ഈ പള്ളിയോട് ഒത്തിരിയേറെ അടുപ്പവും സ്നേഹമുണ്ട്. ഇവിടെ വെച്ച് കർത്താവിൻ്റെ നാമത്തിൽ പറയാം. നമുക്കൊരു വിഷയം പ്രാർത്ഥിച്ചിട്ട്